ഞങ്ങൾ ഇപ്പോൾ സെൻറ്റ് ജേക്കബ്സ് മാർക്കറ്റിലാണ്. അത് വാട്ടർലൂലാണ് ഈ സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ കാനഡയിലെ വൺ ഓഫ് ദി ഒത്തിരി ഉണ്ട്, അതിലൊരു വലിയൊരു മാർക്കറ്റാണിത്. ഇത് 1975 ആദ്യമായിട്ട് തുടങ്ങിയ മാർട്ടിൻസ് ഫാമിലി തുടങ്ങിയതാണ്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് വാങ്ങിക്കാൻ ലോക്കലായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് വാങ്ങിക്കാനുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെറുതായിട്ട് തുടങ്ങിയൊരു പരിപാടിയായിരുന്നു. ഇപ്പോൾ ഇത് ഒരുപാട് ഒരു അട്രാക്ഷനായിട്ട് തന്നെ മാറിയിരിക്കുക ഇവിടുത്തെ. പക്ഷേ തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് ഉള്ളൂ. പിന്നെ സമ്മർ ടൈമിൽ ചില വേറെ ദിവസങ്ങളിലൂടെയൊക്കെ ഉണ്ട്. ഭയങ്കര ആളാണ്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഫ്രഷായിട്ട് ബേക്ക് ചെയ്ത ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ എല്ലാം ഫ്രഷ് സാധനമാണ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുക. ഇവിടെ അതുപോലെ മെനനൈറ്റ്സ് കമ്മ്യൂണിറ്റിയുടെ ഭയങ്കര ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ട്. മോസ്റ്റ്ലി അവരാണ് ഒത്തിരി അടുത്ത് പോയി നോക്കാം. കടകളിലും ഒക്കെ അവർ കൊണ്ടുവരുന്ന കൃഷി സാധനങ്ങളും എല്ലാമായിട്ട് അങ്ങോട്ട് പോയി കാണാം. അപ്പോൾ ഈ മൃഗങ്ങളില്ലേ, ഈ ആനിമൽസ്, ഈ പശുക്കളും എല്ലാം അവർ ചിലപ്പോൾ വിൽക്കാൻ വേണ്ടിയായിരിക്കും. കുതിരകളെല്ലാം ഉള്ളത് എല്ലാത്തിനെയും ലേലം വിളിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ. അത് കാണാൻ നല്ല രസമാണ്. അത് കാണാം. അതിനാണ് ഈ കുതിരകളൊക്കെ ഉള്ളത്. പിന്നെ ഈ പശുക്കളെയൊക്കെ എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പം അതും വിൽക്കാനായിരിക്കും. ഇങ്ങനെ ഓപ്ഷൻ ചെയ്താണോ കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അകത്തുണ്ടാവും ഓപ്ഷൻ. അത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ, ലേലം വിളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ്ലി പൈസയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുതിരകളെ ഇങ്ങനെ ഇതിലൂടെ ഓടിക്കുന്നില്ലേ, അപ്പോൾ അതിനെയാണ് ലേലം വിളിക്കുക ആ സമയത്ത്. അപ്പം അവിടെ നിൽക്കുന്ന ചുറ്റും വാങ്ങിക്കാൻ വന്നിട്ടുള്ളവരുണ്ടാവും. അവരുടെ മുമ്പിൽ കൂടെ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. നല്ല രസമല്ലേ കാണാൻ. വണ്ടിയിൽ നടത്തിച്ചും അവരെ നല്ല എങ്ങനെയുണ്ടെന്ന് ആൾക്കാർക്ക് കാണാൻ, വാങ്ങിക്കാൻ വേണ്ടി അവരെ നടത്തിക്കുകയാണ്. ഷോ ചെയ്യുകയാണ് അതിൻ്റെ മുമ്പിൽ കൂടെ. അതെല്ലാം മെനനൈറ്റ് ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. കാണുമ്പോൾ അറിയാം. ഡ്രസ്സ് കൊണ്ട് അവർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലേഡീസൊക്കെ ആക്ച്വലി അവർ ഡ്രസ്സിൻ്റെ കൂടെ അവർ ഏപ്രൺ ഉണ്ടാവും, തല കവർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. അവർ പാൻസ് ഇട്ട് സസ്പെൻഡേഴ്സ് ഇട്ടിട്ടുണ്ട്. അവരുടെ ഷർട്ട് ഉണ്ട്, പ്ലെയിൻ ഷർട്ടാണ്. അവർക്ക് ഹാറ്റ് ഉണ്ട്. അപ്പോൾ വ്യത്യാസമാണ്. അവരെ കാണുമ്പോൾ അറിയാം. അവരുടെ ഡ്രസ്സിങ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെനനൈറ്റ് ഗ്രൂപ്പിനെ. കുറേ നേരം അവിടെ നിന്ന് ഞങ്ങൾ ലേലം വിളിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ അകത്ത് കയറി മാർക്കറ്റിനുള്ളിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ നല്ല ജ്വല്ലറി ഒക്കെ ഇരിക്കും. ഞാൻ അവിടുത്തെ കാതിലൊക്കെ ഇടുന്നത്, പക്ഷേ ഇതൊക്കെ ഷൂയിലിടുന്നതായിരുന്നു ജ്വല്ലറി. ഭംഗിയുണ്ട് കാണാൻ. പിന്നെ പുറത്തേതൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുടെ കിടപ്പുണ്ടായിരുന്നു. പുറത്ത് കേർട്ടൻസും മറ്റതും ഒക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി. അകത്ത് ചെന്നപ്പോൾ ഫുഡിൻ്റെ വെറൈറ്റി ആയിരിക്കുന്നത്. മീനുകൾ ഫ്രഷ്, ഇതെല്ലാം ഫാമിൽ നിന്ന് ഫ്രഷായിട്ട് പിടിച്ച് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവയ്ക്കുന്നതാണ്. റെഡിയാക്കിക്കൊണ്ട് ചെയ്ത ലോബ്സ്റ്റേഴ്സ് ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. രാവിലെ വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. ബേക്കൺ റാപ്പ് ചെയ്ത് സ്കാലപ്സ് എന്ത് വേണം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാത്തിൻ്റെ പേര് സഹിതമേ. ടിലാപ്പിയ മീന്, പിന്നെ ഇഷ്ടംപോലെ സ്റ്റോൾസ്. ഇത് കാണാമല്ലോ നിങ്ങൾക്ക്, ഈ സഞ്ചിയിൽ ചാക്കിലിരിക്കുന്ന. ഇത് കണ്ട പഴഞ്ചനായിട്ടിരിക്കല്ലേ, ഇത് സ്മോക്ഡ് മീറ്റാണ്. മീറ്റ് പൊക്കച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത് എങ്ങനെയായാലും ഒരു മെഷീനിൽ പൊക്കച്ച് കൊണ്ടുവരും. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളുമല്ലോ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ഇടിയിറച്ചി ഉണ്ടാക്കാൻ പറ്റിയാലും നോക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മേടിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നടന്ന അടുത്ത സ്റ്റോൾസ് എല്ലാം നിറച്ച് പല തരത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ്. പോർക്ക് വേണോ, ബീഫ് വേണോ, ചിക്കൻ വേണോ, ടർക്കി വേണോ, മിൻസ്ഡ് മീറ്റ് വേണോ, ഏത് ടൈപ്പ് മീറ്റ് വേണമെങ്കിലും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കോഴിയുടെ വിരലുകൾ വേണോ, എല്ലാം ഇഷ്ടമുള്ളവർക്ക് എന്ത് വാങ്ങിക്കാം. അതുപോലെ റാബിറ്റിനെയൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടി. ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇതെല്ലാം ഫ്രഷാണ്. ഫാമിൽ നിന്ന് കൊണ്ടുവരുന്ന, വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഫ്രഷ് സാധനമാണെന്നായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ്. ഇച്ചിരി വില കൂടുതലായിരിക്കും വെളിയിലത്തിനെക്കാട്ടിലും, പക്ഷേ സ്റ്റിൽ ഫ്രഷാണ് സാധനം. രാവിലെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഇങ്ങനെ റെഡി ടു ഈറ്റ് ഫുഡ് ഇരിപ്പുണ്ട്.
മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ്, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് കണ്ടില്ലേ, മാരിനേറ്റഡ് ആണ്. ഇതിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി. നമ്മൾ മാരിനേറ്റ് ചെയ്യാനൊന്നും പോകണ്ട. സോസേജ് ഡിഫറെൻറ്റ് ടൈപ്പിൽ കവറിൽ സീൽ ചെയ്ത് വെച്ചേക്കുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേ കണ്ടോ ചിക്കൻ സെക്കൻഡ് മാരിനേറ്റഡ് ആണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേണ്ടിരിക്കുന്നു സ്ക്യൂവേഴ്സ് ഇരിക്കുന്നു. അതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് സ്ക്യൂവേഴ്സ് മാരിനേറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുക. കൊണ്ടുപോയി ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. ബേക്ക് ചെയ്ത ഫുഡ് എംപനാഡാസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ്സ്, ചീസിൻ്റെ ബാർ, വലിയൊരു ബാറാണ്. ചീസ് എന്തൊക്കെ വെറൈറ്റി ചീസസ് ഉണ്ടെന്നറിയോ. നമ്മൾ പറയുമ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് തരും. ഈ ഇരിക്കുന്ന ചീസ് കേർഡ്സ് ആണ്. ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കഴിക്കാൻ പറ്റും. അതും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ബേക്ക് ചെയ്ത ഫുഡാണ്. പ്യുവർ മേപ്പിൾ സിറപ്പ് ഇരിക്കുന്നുണ്ടോ. എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന ബ്രെഡ്, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വരുന്ന ബ്രെഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡ് ഉണ്ട്. സിനമൺ ബൺസ് ഉണ്ട്. അതിൻ്റെ ചൂടോടെ അതിരിക്കുന്ന ക്രീമൊക്കെ തേച്ചിട്ടേ കാണുമ്പോൾ തന്നെ അതെടുത്ത് കഴിക്കാൻ തോന്നും നമുക്ക്. അവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ച് കഴിക്കാം. അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്, പുറത്തിരിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ഞങ്ങൾ മേളിൽ പോയി. മേളിൽ ഇഷ്ടംപോലെ ആർട്ടിൻ്റെ കടകളുണ്ട്. അപ്പോൾ ബട്ടർഫ്ലൈ ആർട്ടിൻ്റെ കടയിൽ കയറി. അത് മുഴുവൻ കണ്ടില്ലേ, ബട്ടർഫ്ലൈസിൻ്റെ ആർട്ടാണ് മൊത്തം. ബൾബിൽ ഷോയ്ക്കായിട്ട് ചെടികൾ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പം 3D ആർട്ട്, ഹാൻഡ് മെയ്ഡ് ആണിത്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് വീട്ടിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കാൻ നല്ല ബെസ്റ്റാണ്. മീനൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയില്ലേ. അവിടം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത കടയിലോട്ട് കയറി. പിന്നെ പാത്രങ്ങളുടെ കടയിൽ, പാത്രങ്ങൾ എനിക്കൊരു വീക്ക്നെസ് ആണ്. ആ കടയിലോട്ട് കയറി ഞാൻ. അവിടെ നല്ല നല്ല പാത്രങ്ങൾ, കണ്ട ആൻറ്റിക് ലുക്കുള്ള പാത്രങ്ങളൊക്കെയാണ്. പക്ഷെ കുറച്ച് ഹെവി ആയിരുന്നു ഇതിനൊക്കെ എടുത്ത് പൊക്കുമ്പോൾ. ഡെയിലി യൂസിനത് എടുത്ത് നല്ല ഹെവി ആയിരിക്കും ഉപയോഗിക്കാൻ പോയാൽ. ഈ കപ്പിനെ കണ്ടോ, ഇതിന് $60, 59 $60 വില. കാരണം ഇതൊരു യുണീക്ക് പീസ്. ഒരേലത്തെ ഒന്നേ കാണൂ. ആ കാണുന്ന പൂവും കായും ചെടിയൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ലീഫിൽ എടുത്ത് വെച്ച് പെയിന്റ് അടിച്ച് അവരെ ഒട്ടിച്ചുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് വിലയാണ്. അത്രയും വർക്ക് ചെയ്യുന്നതല്ലേ. ആ കാണുന്ന ഇലയും ഡിസൈൻസും എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ചെടിയുടെ കായും പൂവൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കപ്പിൻ്റെ വില നോക്കുമ്പോൾ $60 ആണ്. കണ്ടില്ലേ എന്ത് രസമുണ്ട് കാണാൻ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കടയാണ് ഇത്. മാല, ജുവലറി, റിബണും കൊണ്ടുണ്ടാക്കുന്ന നെക്ലസ്. കണ്ട ആരും പറയത്തില്ല റിബണാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇതിനെ കാണാൻ. ഇത് നമുക്ക് ഒരു രീതിയിലല്ല പല രീതിയിൽ ഇടാൻ പറ്റും. അത് സാരിയുടെ ഒക്കെ ഇടാൻ നേരം വളരെ നല്ലതായിരുന്നു. ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. ഇത് അവിടെ ചെന്നിട്ട് കഴുകി ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ വേറൊരു ഗുണം. എല്ലാ കളേഴ്സും ഉണ്ടാകുകയും ചെയ്തു അവിടെ. അങ്ങനെ പോയപ്പോൾ ഒരു ആഫ്രിക്കൻ ആർട്സിൻ്റെ കട കണ്ടു. അവിടെ കയറി നോക്കി. അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഒരുപാട് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുപോലെ ആർട്ടൊക്കെ വെച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ അവരുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ആർട്ടൊക്കെ ആയിരുന്നു അവിടെ കൂടുതലും കണ്ടത്. അവിടെ ഇരുന്ന ജിറാഫിനെ കാണുന്നില്ലേ, ആ ജിറാഫിനെ എനിക്ക് എൻ്റെ പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനത്തെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അതെനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഉള്ള മെമ്മറിയിലേക്ക് എന്നെ കൊണ്ടുപോയി ആ ജിറാഫ്. എല്ലാം വുഡിലുണ്ടാക്കിയിട്ടുള്ളതായിരുന്നേ, തടിയിലുണ്ടാക്കിയിരിക്കുന്ന ആർട്ടായിരുന്നു. ഓരോ കടയിലും കയറി ഇറങ്ങി കാണുക. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ആളെ, ഞങ്ങൾക്ക് നല്ല ബിസി അയച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേന് തുടങ്ങിയപ്പം ഞങ്ങൾ കുറച്ച് തിരക്ക് കുറവായിരുന്നു. പക്ഷെ പിന്നെ ഭയങ്കര ആളായി. താഴേക്ക് വന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ച് മേളിൽ കണ്ടിട്ട് അപ്പോഴത്തേനോട് ചീസൊക്കെ സാമ്പിളിങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചീസൊക്കെ എടുത്ത് സാമ്പിൾ ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു ടേസ്റ്റ് ചെയ്തിട്ട്. പിന്നെ 2 സൈഡിലായിട്ട് മീറ്റാണ്, പുറത്തുണ്ട് അകത്തുണ്ട്. പല പല ബിൽഡിങ്സ് ഉണ്ട്. ഓരോ ബിൽഡിങ്സിനകത്ത് ഓരോരോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കയറി ഇറങ്ങി നടന്നു. ആപ്പിൾസ് കണ്ടോ, പല രീതിയിലിരിക്കുന്ന ആപ്പിൾസ് കണ്ടോ, എന്തിലൊക്കെ ഡിപ്പ് ചെയ്താ വെച്ചേക്ക് നോക്കിയത്. വെരി അട്രാക്റ്റീവ് ആയിട്ടായിരുന്നു ഇരുന്ന ആപ്പിൾസ് ഒക്കെ. പിന്നെ ഞാൻ ഫഡ്ജ് അവിടെ ടേസ്റ്റിങ്ങിന് തരുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഫഡ്ജ് അത് എനിക്ക് തന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബേഗിൾസ്, പിന്നെ സിനമൺ ബൺസ്.
ഇത് കട ചിപ്സ് ഉണ്ടാക്കുന്ന കടയാണ്. പൊട്ടറ്റോ അങ്ങേയറ്റ അലയടി നിൽക്കുന്നതിനടുത്തൊരു പൈപ്പിലിട്ട് പൊട്ടറ്റോ ഇടും. അവിടുന്ന് അരിഞ്ഞ മെഷീനിൽ കൂടെ വന്ന് താഴെ വന്ന് ഇറങ്ങും. എന്നിട്ട് അത് കിടന്ന് വറുത്താ വരുന്നത്. ഇതിങ്ങനെ കണ്ടോ, പാത്രത്തിലേക്ക് വന്ന് വീഴുന്നത് കണ്ടോ, അരിഞ്ഞ് വറുത്ത് വീഴും. ഇതിലൊക്കെ ഈ ബിന്നൊക്കെ കറങ്ങുന്നതിൻ്റെ അകത്ത് ഈ ഇരിക്കുന്ന സ്പൈസസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ആ ചിപ്സിലിടും, ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി മിക്സ് ആക്കിയിട്ട് അത് അവസാനം അവർ കൊണ്ടുപോയി പല പല പാത്രങ്ങളിൽ ഇട്ടിട്ട് മുൻപിൽ കൊണ്ട് വയ്ക്കും. ആൾക്കാർക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്ന്. അപ്പോൾ അവരെടുത്ത് നമുക്ക് തരും. പുറത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇരിക്കാൻ വേണ്ടി. ആൾക്കാർ വന്ന് ഫുഡ് അകത്തുനിന്ന് മേടിച്ച് വെളി വന്നിരുന്ന് കഴിക്കുന്നു. ഞങ്ങൾ അകത്തെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഇനി പുറമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. എന്ത് സാധനം വേണേലും മേടിക്കാൻ അവിടെയുണ്ട്. അരി മാത്രം ഞാൻ കണ്ടില്ല, അരി. ബാക്കി സാധനം വെജിറ്റബിൾസും എല്ലാ സാധനം അവിടെ ഉണ്ടായിരുന്നു. ഇത് അങ്ങോട്ട് നടന്നവൻ ക്ഷീണിച്ച് ഞങ്ങൾ ഓർത്തുന്ന ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചേക്കാന്ന് ഓർത്ത് ഓറഞ്ച് ഫ്രഷ്ലി സ്ക്വീസ് ചെയ്യുന്ന ഓറഞ്ച് ജ്യൂസിൻ്റെ കടയിൽ കയറി. ഇത് വീഴുന്ന കാണാൻ നല്ല രസമുണ്ട്, അതെനിക്കിത് ഇഷ്ടപ്പെട്ടു. അത് വീഴുന്നേ ഈ മെഷീനിൻ്റെ അകത്ത് മേളിൽ നിന്ന് ഓരോ ഓറഞ്ച് ഉരുണ്ട് അതിൻ്റെ അകത്ത് കയറി അതിന് മെഷീൻ്റെ ഉള്ളിൽ വെച്ച് അത് കട്ടാവുന്നുണ്ട്, രണ്ടാവുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തോടി ബക്കറ്റിൽ വീഴും, ഓറഞ്ച് ജ്യൂസ് ഈ ഇതിലേക്ക് വീഴും, ജാറിലേക്ക് വീഴും. കണ്ടില്ലേ വീഴുന്നേ, ഫ്രഷ് ആയിട്ട് സ്ക്വീസ് ചെയ്യുന്നത്. നമുക്ക് നല്ല ക്ഷീണിച്ച്, ആ ഭയങ്കര വെയിലുമായിരുന്നു, ക്ഷീണിച്ച് പോകുമ്പോൾ ഇതൊരെണ്ണം കുടിക്കുമ്പോൾ നമ്മുടെ എനർജി, വൈറ്റമിൻ സി എല്ലാം എനർജി പിന്നെ കൂടെ ബൂസ്റ്റ് ആക്കി വീഴുന്ന കണ്ടോ, ഓരോന്ന് ഉരുണ്ട് മുകളിൽ നിന്ന്. ഇഷ്ടംപോലെ പേര് വരുകയും പോയി അടുത്ത് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ച് പോകുന്നവർ, കഴിക്കാൻ വന്നവർ. ഈ ഒരു കുട്ടി അപ്പോൾ അവനോട് നിന്ന് പാടുന്നുണ്ടായിരുന്നു. അവന് പഠനത്തിന് വേണ്ടിയായിരുന്നു അവിടെ നിന്ന് പാടുന്നത്. അപ്പോൾ പാടുമ്പോൾ ആൾക്കാർ പൈസ ഇടും. അപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ അവൻ എന്തിനു വേണ്ടിയാണെന്ന്, യൂണിവേഴ്സിറ്റി പഠനത്തിന് വേണ്ടിയാണ്. നല്ല മനസ്സുള്ളവരൊക്കെ സഹായിക്കുന്നു. കണ്ട കടകളാണ്, രണ്ട് സൈഡിലും കടകളാണ്. അവിടെ ഇല്ലാതെന്ന് പറഞ്ഞ് ഞാൻ കണ്ടത് ആകെ അരി മാത്രം. ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ. കണ്ണാടി വേണോ, കൂളിംഗ് ഗ്ലാസ്സസ് വേണോ, ബെൽറ്റ്സ് വേണോ, ബാഗ് വേണോ, ഡ്രസ്സ് വേണോ, എന്ത് സാധനം അവിടെ ഇല്ലാഞ്ഞെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കും അരി അല്ലാതെ വേറെ ഒന്നും എനിക്ക് മിസ്സായി കണ്ടില്ല അവിടെ. വെജിറ്റബിൾസിന്റെ സെക്ഷനിലേക്ക് വന്നു. ക്യൂക്കംബേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു, ഫ്രഷ് ടൊമാറ്റോസ് ഉണ്ട്, അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ചെടികൾ ഒത്തിരി അവിടെ വിൽക്കാനുണ്ടായിരുന്നേ. വീണ്ടും ഞങ്ങൾ ഫ്രൂട്ട്സിലേക്ക് വന്നു. ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ കൊണ്ട് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇവിടെ ആൾക്കാർ ഇത്രയും വലുതൊന്നും ആയിരുന്നില്ല, പണ്ട് കൊച്ചതായിരുന്നു ഈ മാർക്കറ്റ്. പിന്നെ ഇപ്പോൾ ഇതങ്ങ് വലിയതാക്കി. പണ്ട് മെനനൈറ്റ്സ് ആൾക്കാരായിരുന്നു വിൽക്കാനൊക്കെ കൂടുതൽ നിന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ മലയാളി കുട്ടികൾ, സ്റ്റുഡൻസ് വന്നിട്ട് അവിടെ ജോലി ചെയ്യുന്നു. ഞങ്ങൾ പലരെയും അവിടെ പരിചയപ്പെട്ടു. അവിടെ ഒരു കോളേജ് ഉണ്ട് ഇതിനടുത്ത്. അപ്പോൾ അവിടെ നിന്നുള്ളവർ ഡെയിലി ഹാഫ് ഡേക്കൊക്കെ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് വരുന്നുണ്ട്. അവരെ ഒരുപാട് പേരെ അവിടെ കണ്ടു. ഞങ്ങൾ കുറച്ച് ബ്ലാക്ക്ബെറി ഒക്കെ വാങ്ങിച്ചു. ഇവിടെ ബണ്ണാണ്. ബണ്ണൊക്കെ 3 എണ്ണം, ഏത് 3 എണ്ണം എടുത്താലും $10. ഞാനങ്ങനെ എനിക്കിഷ്ടമുള്ള 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബണ്ണ് വാങ്ങിച്ചു. അങ്ങനെ പോയപ്പം വീണ്ടും വെയിലായിരുന്നു. കരിമ്പിൻ ജ്യൂസ് കണ്ടു. ഒരുപാട് നാളിന് ശേഷമാണ് കരിമ്പിൻ ജ്യൂസ് കാണുന്നത്. എന്നാൽ പിന്നെ കരിമ്പിൻ ജ്യൂസ് വാങ്ങിച്ച് കുടിക്കാൻ നിർത്തും. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇതാ മെഷീനിലൊക്കെ വെച്ചാൽ മതി. വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ജ്യൂസ് ആ കപ്പിലേക്ക് ഇറങ്ങി വരും. അയാൾക്കറിയാം എത്രയും നീളം വെക്കണമെന്ന്. അയാൾ അതനുസരിച്ച് ഒരു ഗ്ലാസ്സിന് വേണ്ടി വെച്ച് അതിൻ്റെ ചണ്ടി കണ്ടോ ബാക്കിലേക്ക് വീഴുന്നേ. കറക്കുമൊന്നും വേണ്ട, നമ്മുടെ നാട്ടിലെ പോലെ. വേണ്ട, ഒരുപാട് 4 വർഷത്തിന് ശേഷം ഞാനൊരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കുന്നത്. പണ്ട് ബാംഗ്ലൂരിൽ പോയ സമയത്ത് ഒരെണ്ണം കുടിച്ചിട്ടുണ്ടതാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോഴായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പല ഫ്ലേവറെല്ലാം ഇട്ട് തരുന്നുണ്ടായിരുന്നു. ഇഞ്ചി ഇട്ട് വേണോ, അങ്ങനെ വേറെ ഏതാണ്ട് ഒഴിച്ച് തരണമെന്നൊക്കെ. ഞങ്ങൾ പക്ഷേ ഫ്രഷ് അത് മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ട്രൈ ചെയ്തത്. പിന്നെ വീണ്ടും അതിനടുത്തൊരെണ്ണത്തിന് കയറി, മാർക്കറ്റിനകത്ത് ഇൻസൈഡുള്ള മാർക്കറ്റ് കയറി.
ഇത് കണ്ട മഷ്റൂംസ്, പലതരത്തിലുള്ള മഷ്റൂംസ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ബുക്സും അവിടെ വെച്ചിട്ടുണ്ട്. ഇതേണ്ട കാണാൻ തന്നെ അഴകുള്ള മഷ്റൂംസ്. ചെസ്നട്ട് ഈ ഇരിക്കുന്നൊക്കെ കണ്ടോ? എന്ത് രസമാണ് കാണാന്. മഷ്റൂം പൂ ഇരിക്കുന്ന പോലെ ഉണ്ട്, പൂക്കള് പോലെ ഇരിക്കുന്നു. ഇത് കോക്കോ ആണ്, നമ്മുടെ കോക്കോ ട്രീയുടെ സീഡാണ്. ഇതിൻ്റെ 3 ഡിഫറെൻറ്റ് വെറൈറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സീഡ്സ് അത് കിടക്കുന്നുണ്ടോ പൊട്ടിച്ചപ്പോൾ. അതനുസരിച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ, നല്ല ക്വാളിറ്റി ഇട്ടുണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് വ്യത്യാസം വരുമെന്ന് അയാൾ പറയായിരുന്നു. ഇത് മസാല സ്പൈസസ് ആണ്. സ്പൈസസിന് തന്നെ റാക്ക് എന്തും അവിടെയുണ്ട്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് മഞ്ഞളിൻ്റെ കടയാണ്. മഞ്ഞൾപ്പൊടി, മഞ്ഞളിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഒരു കടയായിരുന്നു അത്. കാരണം മഞ്ഞൾപ്പൊടി കിടക്കുന്നുണ്ടോ, തുണികള്, തൊപ്പി, അത് ഇത് എന്ന് വേണ്ട സകല സാധനങ്ങളും ഉണ്ടായിരുന്നു. എല്ലായിടത്തൂടെയും കയറി ഇറങ്ങി ഞാൻ നടന്നു. കൈ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുകയും ചെയ്ത്. എനിക്ക് ഇഷ്ടം തോന്നിയ കുറച്ച് സാധനങ്ങൾ മേടിച്ച്, ജുവലറി ആയിട്ടായാലും ഒക്കെ മേടിച്ചു. ടോയ്സ്, പിള്ളേരെയും കൊണ്ടുവരുന്ന ടോയ്സ് വേണോ, അത് ഒരു കൊച്ചുകുട്ടി നിന്ന് പാട്ട് പാടുന്നേ കണ്ടില്ലേ. അങ്ങനെ അവിടെ വന്നത് പലരും ഇങ്ങനെ പാടും, അവരുടെ കഴിവൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടമുള്ളവരൊക്കെ പൈസയൊക്കെ കൊടുക്കും. വീണ്ടും പുറത്തിറങ്ങി അകത്തെ കഴിഞ്ഞിട്ട് ഈ ലൈൻ കാണാമല്ലോ. ഈ ലൈൻ ആണെങ്കിൽ അവിടെ അകത്ത് പോയിട്ട് ഞങ്ങൾക്ക് ആപ്പിൾ ഫ്രിറ്റർ വാങ്ങിക്കാൻ വേണ്ടിയുള്ള ലൈനായിരുന്നു അത്. ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്പിൾ അതാണ്. ആ ആപ്പിൾ ഫ്രിറ്റർ ഭയങ്കര ടേസ്റ്റാണ്. ഇത് കണ്ടില്ല, കൊച്ചുങ്ങൾ ഇന്ന് മാവിൻ്റെ അകത്ത് ആപ്പിൾ കട്ട് ചെയ്തത് ഇട്ട് മുക്കി പൊരിച്ചെടുക്കുകയാണേ. 2 സൈഡിൽ നിന്ന് അവർ ഉണ്ടാക്കുന്നുണ്ട്, എണ്ണയിലിട്ടിട്ട് എടുക്കുന്നുണ്ട്. വറുത്ത് കോരിയിട്ട് അതിൽ നല്ലതെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്, മോശമുള്ളതെല്ലാം അവർ മാറ്റുന്നുണ്ട്. നല്ല ബിസിയായിരുന്നു ഈ ആപ്പിൾ ഫ്രിറ്ററിൻ്റെ കടയിൽ. ഭയങ്കര ലൈനാണ് എല്ലാത്തിനും. അവിടെ കടകളിൽ കയറാൻ ലൈനായിരുന്നു. പക്ഷേ ഈ കടയിൽ ഭയങ്കര ലൈനായിരുന്നു. ഇത് ഞങ്ങളുടേതാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ആപ്പിൾ ഫ്രിറ്ററിൻ്റെ കൂടെ ഐസ്ക്രീം കൂടെ ഒന്ന് കഴിച്ചു നോക്കണം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ അത് റെഡിയായി. അങ്ങനെ ഞങ്ങളത് വെളിയിൽ വന്ന് കഴിക്കാനിരുന്നു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ഐസ്ക്രീമിൻ്റെ കാര്യം പ്രത്യേകം പറയണം. നമ്മളൊക്കെ പക്ക പാലും കൊണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു പണ്ട്. അതേ ടേസ്റ്റാണ്. മറ്റേ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാത്തിനും സെയിം ടേസ്റ്റ് അല്ലേ. ഇതങ്ങനെയല്ല. ഇത് ആപ്പിൾ കണ്ടോ, ആപ്പിളും ഐസ്ക്രീമും കൂടെ ചേർത്ത് കഴിക്കാമേ. ഭയങ്കര ടേസ്റ്റ്, ഒന്നും പറയാനില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ വരുന്നവരെല്ലാവരും ഒരു പ്രാവശ്യം ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യണം. മനസ്സ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എപ്പോഴും വരുമ്പോൾ ഇത് വാങ്ങിക്കും. ഞങ്ങളെപ്പോൾ വന്നാലും വാങ്ങിക്കും. ആപ്പിൾ ഫ്രിറ്ററൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്തടുത്തേക്ക് വീണ്ടും നടക്കാൻ തുടങ്ങി. അടുത്തൊരാളിൽ നിന്ന് ഇൻസ്ട്രുമെൻ്റ് വായിച്ച് പാടുന്നേ കണ്ടോ. മ്യൂസിക്കും സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പോയാൽ. പിന്നെ വെജിറ്റബിൾസൊക്കെ എൻ്റെ അതിൽ വീണ്ടും പോയി. അങ്ങനെ ഇഷ്ടം പോലെ കിടക്കുക. ഏതിലേ പോകണമെന്ന് അറിഞ്ഞുകൂടാ നമ്മൾക്ക്. കുറേ ബജ്ജിമുളകൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു അവിടുന്ന് കൊണ്ട് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു. അവിടെ ഇഷ്ടം പോലെ പീച്ചസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പീച്ചസിൻ്റെ സീസൺ ആയിരുന്നു അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ. അതുണ്ടായിരുന്നു. പിന്നെ പ്ലംസ് ഉണ്ടായിരുന്നു, യെല്ലോ പ്ലംസ് ഉണ്ടായിരുന്നു. ഈ കടകളിലെല്ലാം മലയാളി കുട്ടികളും ഇപ്പോൾ ഉണ്ടായിരുന്നു വിൽക്കാനായിട്ട്. അങ്ങനെ പോയപ്പോൾ കണ്ടു പോപ്കോൺ എല്ലാവരും കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ സാമ്പിളിങ്ങിന് അവിടെ നിൽപ്പുണ്ട് ഒരു ലേഡി. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാനൊരു പോപ്കോൺ എടുത്ത് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നല്ല പോപ്കോൺ ആയിരുന്നു. ഭയങ്കര വെയിലായിട്ടാണെങ്കിൽ ഞാൻ തൊപ്പി കൊണ്ടുപോകാൻ മറന്നും പോയായിരുന്നു. ഇനി ഒരു തൊപ്പി മേടിച്ചേക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു തൊപ്പിക്കടയിലേക്ക് കയറി. എനിക്കിഷ്ടപ്പെട്ട തൊപ്പി പറഞ്ഞാൽ ഞാൻ അവിടെ കണ്ടു, ഞാനത് ചൂസ് ചെയ്തു. അപ്പോൾ എനിക്കൊരു സമാധാനമായ കാര്യം, ചൂടെടുത്തിട്ട് തലയിലോട്ട് വെയിലടിച്ചിട്ട് നമ്മുടെ തലയൊക്കെ പൊളന്നു പോകാൻ തോന്നുമായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചു. കാര്യം 2 മണിയായി. അപ്പോഴത്തേന്
അപ്പോൾ ഞങ്ങൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞു. കുറേ സാധനങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ മേടിക്കുകയും ചെയ്തു. എന്തൊക്കെ ടേസ്റ്റ് ചെയ്തു. നല്ലൊരു പ്ലേസാണ്. ജസ്റ്റ് ഒരു ദിവസം വന്ന് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് തന്നെ സെയിം, പക്ഷേ എല്ലാം ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രഷാണ്. മീറ്റ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായാലും എവറിത്തിങ് ഫ്രഷ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് നമ്മൾ കടയിൽ നോക്കുമ്പോൾ ഇച്ചിരി വില കൂടുതൽ തോന്നുമായിരിക്കും, പക്ഷേ ഫാമിലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ വാങ്ങിക്കണം, വരണം. ഒരു ദിവസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, എൻജോയ് ചെയ്യാം. അല്ല ലേലമൊക്കെയുണ്ട്, ലേലം ആനിമൽസിനൊക്കെ ഓപ്ഷൻ ചെയ്യും, അതും കൂടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ അവിടുന്ന് കഴിച്ചത് കൂടാതെ കുറച്ച് കൊണ്ടുപോകാനോട് വാങ്ങിച്ചു ലിറ്റർ. അത് വീട്ടിൽ ചെല്ലുമ്പോൾ ഐസ്ക്രീമോ വല്ലതായിട്ട് കഴിക്കും. പിന്നെ കുറച്ച് സാധനമൊക്കെ ഷോപ്പ് ചെയ്ത് കടയിൽ വന്നതല്ലേ, ബജ്ജി ഉണ്ടാക്കാം. ബജ്ജി മുളക് വാങ്ങിച്ചു, ഓമയ്ക്ക വാങ്ങിച്ചു, ബണ്ണ് വാങ്ങിച്ചു, അങ്ങനെ കുറച്ച് സാധനം വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു. മാർക്കറ്റിൽ വന്നതല്ലേ. അപ്പോൾ ഞാൻ പോവാണേ, നല്ല ചൂട്. വീട്ടിൽ ചെന്നാൽ മതി, ഇപ്പോൾ ചൂടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. സിൽവൻ ബൈ.